തുഞ്ചൻപറമ്പത്താണുള്ളത്. 2025 ഒക്ടോബർ 2-ാം തീയതി മോളുടെ അരിയിൽ എഴുതിക്കുന്ന കർമ്മം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പൂജാ ദിവസമായതുകൊണ്ട് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും ഇവിടെ ചെയ്ത സജ്ജീകരണങ്ങൾ കാരണം അത്ര വലിയ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മോളെ 2-3 തവണ നമ്മളവിടെ 3 ആൾക്കാരെ കൊണ്ട് അരിയിൽ എഴുതിച്ചു. ഇവിടെ ഒരുപാട് സാഹിത്യകാരന്മാരും പാരമ്പര്യമായിട്ട് എഴുതുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അരിയിലൊക്കെ എഴുതിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നീട് വീണ്ടും നമ്മൾ അടുത്ത ആളെ കൊണ്ട് ചെയ്യിച്ചു, ഒരു സാഹിത്യകാരൻ കൊണ്ട് ചെയ്യിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരും. MT വാസുദേവൻ നായരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ എല്ലാ പൂജാ സമയത്തും വന്ന് കുട്ടികളെയൊക്കെ അരിയിൽ എഴുതിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണിത്. മലയാള ഭാഷയുടെ ആരംഭം, നമ്മുടെ ഓരോ അക്ഷരങ്ങൾ പരിവർത്തനം വന്ന ഇതൊക്കെ നമ്മുടെ ഇവിടെ മ്യൂസിയത്തിൽ കാണാം. മോള് നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും, കുറേ കുട്ടികളൊക്കെ കരയെങ്കിലും മോള് ഒരു കരച്ചിലും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങി. അവിടെ പല സാഹിത്യകാരന്മാരും നട്ട മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തെങ്ങും മാവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് CH മുഹമ്മദ് കോയ, അതേപോലെ ഷിഹാബ് തങ്ങൾ ഒക്കെ ട്രസ്റ്റൊക്കെ ആയിരുന്നു. അതേപോലെ ഇമ്പിച്ചി കോയ ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു. അമ്മയും വൈഫിൻ്റെ അമ്മയും പിന്നെ അതേപോലെ അച്ഛനും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിയോണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ മോളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ അധിക സമയം നിൽക്കേണ്ടി വന്നു. ഫുഡ് എത്താൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇത് കണ്ടോ, നേരത്തെ ഇമ്പിച്ചിക്കോയ മെമ്മോറിയൽ സഹകരണ ഹോസ്പിറ്റലാണ് ഇവിടെ വേറൊരു ക്യാമ്പ് നടത്തുന്നത്. ഹെൽത്ത് ചെക്കപ്പും അതേപോലെ എമർജൻസി മെഡിസിനും കാര്യങ്ങളൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ ഇവിടെ ഫ്രീ പാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഗ്രൗണ്ടാണ്. അത്യാവശ്യം എത്ര ആൾക്കാർ വന്നാലും ഇവിടെ നിൽക്കാൻ പറ്റിയ സെറ്റപ്പാണ്. അതേപോലത്തെ ഇവിടുത്തെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സാഹിത്യകാരന്മാർ നട്ട ONV കുറുപ്പാണ് ഈ മാവ് നട്ടിരിക്കുന്നത്. അതേപോലെ തകഴിയുണ്ട് ഇവിടെ. അതേപോലെ മജ്രൂഖ് സുൽത്താൻ പുരി ആണ് ആ മരം നട്ടത്. അതേപോലെ ONV കുറുപ്പ് നട്ട മാവ്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ സാഹിത്യ മ്യൂസിയത്തിലേക്ക് പോയി. മ്യൂസിയത്തിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ മ്യൂസിയത്തിൻ്റെ പുറത്തൊക്കെ അടിപൊളി സെറ്റപ്പാണ്. ഒരു പഴയ തറവാട് സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ഒരു 30 രൂപയാണ് ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്തു. പിന്നെ അങ്ങനെ നേരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അകത്ത് കയറിയപ്പോൾ ഒരുപാട് പഴയ ഫോട്ടോസും അതേ ആർട്ട് വർക്കും പിന്നെ അതേപോലെ സാഹിത്യകാരന്മാരുടെ ഓരോ ചരിത്രവും പിന്നെ കഥകളി ആശാന്മാരുടെ ഭാവങ്ങളും അങ്ങനെ എന്ന് പറയേണ്ട മലയാളത്തിൻ്റെ പല സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റി. അമ്മ അവിടെ അന്തം വിട്ട് നിൽക്കുന്നു. പിന്നെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോ, നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോ, സാദി തിരുനാളിൻ്റെ ഫോട്ടോ, അവരുടെ ചരിത്രം, പഴയ കൊട്ടാരങ്ങൾ എന്ന് പറയേണ്ട അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റി. ഇതിവിടെ ഒരു സ്വിച്ച് ആക്കി അതിൻ്റെ ചരിത്രം പറയുന്നത്, പക്ഷെ അത് വർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ട തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലം, ആധുനിക ഭാഷയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ കൃതികളും അവിടെ ഒരുപാട് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല ആർട്ട് വർക്കുകളും പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ചരിത്രവും പിന്നെ അതേപോലെ അങ്ങനെ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് സാഹിത്യകാരന്മാരുടെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. വേറൊരു സംഭവം എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, മലയാള ഭാഷയുടെ ഓരോ അക്ഷരങ്ങളും മാറി മാറി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയായി വന്ന ഒരു സംഭവം. പിന്നെ കേരളത്തിലെ പണ്ട് രാജ്യമായുള്ളപ്പോഴുള്ള സംഭവം, ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. ഇത് മുമ്പുള്ള ഒരു കേരളമാണ്. പിന്നെ അങ്ങനെ മോളുടെ ആ സർട്ടിഫിക്കറ്റും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.